CMRL-നെതിരെ ഗുരുതര ആരോപണവുമായി SFIO. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകി. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതായി ഡൽഹി ഹൈക്കോടതിയെ SFIO അറിയിച്ചു. വിവരങ്ങളുമായി ജിജീഷ് ചേരുകയാണ്. ജിജീഷ്, വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് SFIO ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്നത്. മാസപ്പടി കേസ് എന്നതിനപ്പുറത്തേക്ക് ഈ കേസിന്റെ മാനങ്ങൾ മാറുകയാണ്. ഭീകരവാദ പ്രവർത്തനത്തിനടക്കം അതിനെ പിന്തുണയ്ക്കുന്നവർക്കടക്കം പണം നൽകിയെന്ന അതീവ ഗുരുതരമായ ആരോപണം CMRL-നെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ തന്നെയാണ് CMRL-നെതിരെ ഇപ്പോൾ SFIO അന്വേഷണ ഏജൻസിയായ SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്ന് സംശയമുണ്ട്. തങ്ങളുടെ കണ്ടെത്തലുകളിൽ, അന്വേഷണ വിവരങ്ങളിൽ, അന്വേഷണത്തിൽ ഇതുവരെ ലഭിച്ച സൂചനകളുടെ എല്ലാം തന്നെ ഒരു സംക്ഷിപ്ത രൂപം എന്ന നിലയിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറിയപ്പോഴാണ് SFIO ഇത്ര ഗുരുതരമായ ഒരു വിവരങ്ങൾ കൂടി ഇന്ന് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, ഒപ്പം തന്നെ അത് ഉളവാക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം കേരളം ഭീകരവാദികളുടെ കേന്ദ്രമായി കാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വളക്കൂറായ മണ്ണായി മാറുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും എല്ലാം തന്നെ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള CMRL എന്ന വിവാദ കരിമണൽ കമ്പനി പണം നൽകിയ ആളുകളിൽ ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവരുമുണ്ട് എന്ന് ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നതും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി നൽകിയോ എന്ന സംശയമുണ്ട് എന്നതും അവിടെയാണ് ദുരൂഹതകൾ ഓരോന്നായി പുറത്തു വരുന്നത്. കാരണം നേരത്തെ തന്നെ CMRL-ഉം ഒപ്പം തന്നെ എക്സലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ആദ്യം പുറത്തു വന്ന വിവരം എന്ന് പറയുന്നത് 1,72,00,000 രൂപ CMRL കമ്പനി എക്സലോജിക്കിന് യാതൊരു IT സേവനങ്ങളും കൈപ്പറ്റാതെ തന്നെ എക്സലോജിക് IT സൊല്യൂഷൻസ് എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് തുടർച്ചയായി നൽകി വന്ന ആകെ തുകയായി 1,72,00,000 രൂപ നൽകി എന്നതിലായിരുന്നു. അതിലെ അന്വേഷണത്തിൽ തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിൽ 135 കോടി രൂപയാണ് CMRL കമ്പനി കണക്കുകളിൽ കാണിക്കാതെ ദുരൂഹമായ സാഹചര്യത്തിൽ മാറ്റിയിരിക്കുന്നത്. അതിന് കള്ള ബില്ലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, വ്യാജ ബില്ലുകളും ഇൻവോയ്സുകളും തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ പണം ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. മറ്റു കണക്കുകൾ ചിലതെങ്കിലും ഉൾപ്പെടുത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഈ 135 കോടി രൂപ എവിടെ പോയി എന്നത് സംബന്ധിച്ച് CMRL-ലെ കണക്കുകളും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എല്ലാം അന്വേഷണം നടക്കുന്ന ഈ കേസിൽ ഇപ്പോൾ SFIO കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അത് ഭീകരവാദ പ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്നതിൽ സംശയമുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വിശദമായ അന്വേഷണത്തിന് കൂടി തങ്ങൾക്ക് അനുമതി നൽകണം എന്ന് തന്നെയാണ് SFIO അവിടെ വ്യക്തമാക്കുന്നത്. കാരണം CMRL ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇവിടെ SFIO-യുടെ അന്വേഷണത്തിന് സാധ്യതകളില്ല, SFIO അന്വേഷണം തടയണം, CMRL-നെതിരായ SFIO-യുടെ അന്വേഷണം റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയായിരുന്നു CMRL ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയത്. ഇതേപോലൊരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് നേരത്തെ ബംഗളൂരു ഹൈക്കോടതിയിൽ എക്സലോജിക്കും, അതായത് ഇതിലെ മറ്റൊരു കക്ഷിയായ എക്സലോജിക്കും, മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസ് IT സൊല്യൂഷൻസും ഒരു ഹർജി നൽകിയിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഇതിൽ ഭാഗഭാക്കായി മാറിയിട്ടുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷൻ കൂടി സംസ്ഥാന ഹൈക്കോടതിയിൽ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായ അന്വേഷണം റദ്ദാക്കണമെന്ന് അവരും ആവശ്യപ്പെടുന്നു. അങ്ങനെ എല്ലാ ഇതിൽ ഉൾപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾ, അത് CMRL-ആണെങ്കിലും എക്സലോജിക്കാണെങ്കിലും ഒപ്പം തന്നെ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ആണെങ്കിലും എല്ലാം തന്നെ ഈ കേസ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അതേ ഘട്ടത്തിലാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ള കോർപ്പറേറ്റ് അഴിമതികൾ, കോർപ്പറേറ്റ് കാര്യ ക്രമക്കേടുകൾ, വൻ സാമ്പത്തിക തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്ന കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളിൽ ഒന്നായ SFIO നിർണായകമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ ഇത് ദേശീയ അന്വേഷണ ഏജൻസിയെ NIA അറിയിച്ചോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അത് അന്വേഷണത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങളിലായിരിക്കും തങ്ങൾ അക്കാര്യങ്ങൾ വ്യക്തമാക്കുക, അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയെ ഇക്കാര്യം അറിയിക്കുക എന്നുകൂടി SFIO പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന സംശയം അത് ഗുരുതരമായി നിൽക്കുന്നു. അക്കാര്യങ്ങളിൽ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടക്കുന്നു. മാത്രമല്ല ഇത് കോടതി ആവശ്യപ്പെട്ടാൽ മുദ്രവെച്ച കവറിൽ ഇതിന്റെ എല്ലാം വിവരങ്ങൾ നൽകാമെന്ന് പറയുമ്പോൾ നിർണായകമായ കണ്ടെത്തലുകൾ തന്നെയാണ് SFIOക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കം 20ഓളം പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി റെയ്ഡുകൾ, പരിശോധനകൾ SFIO നടത്തിയിട്ടുണ്ട് കേരളത്തിലും. അതേസമയം തന്നെ ബംഗളൂരിലും പരിശോധനകൾ നടത്തി കേരളത്തിന്റെ ആലുവയിൽ പ്രവർത്തിക്കുന്ന CMRL-ന്റെ സ്ഥാനത്തിൽ
തുടർച്ചയായി തന്നെ അന്വേഷണ സംഘം എത്തിയിരുന്നു. അവിടെ നിന്ന് നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അവിടെ നിരവധി ആളുകളെ, ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിന്റെയൊക്കെ തുടർച്ചയായിട്ട് ലഭിച്ച വിവരങ്ങളിലാണ് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം കോടതിയിൽ ഇതിന്റെ വ്യാപ്തി. ജിജീഷ്, ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് CMRL ദുരൂഹ ഇടപാടിൽ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. എക്സാലോജിക്കിന് CMRL 184 കോടിയോളം രൂപയുടെ ഇടപാട് നടത്തിയതായി കാണുന്നു. ഇത് ഒരു പ്രമുഖ നേതാവിന്റെ കയ്യിൽ എത്തിയോ എന്നുള്ള വലിയ സംശയമാണ് CMRL മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഭീകരവാദ ബന്ധവും സംശയിക്കുന്ന രീതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതീവ ഗുരുതരമായ കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി എന്താകും ഈ കേസിലെ നടപടിക്രമങ്ങൾ? നിലിമ, ഇനി പ്രധാനമായും ഈ കേസിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നടപടികൾ എന്ന് പറയുന്നത് കോടതി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് അനുമതി നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായും അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള CMRLന്റെ ഹർജി തള്ളിക്കൊണ്ട് SFI എന്ന പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്തിയ കാര്യങ്ങളുടെ വ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് അന്വേഷണം നടത്തുന്നതിൽ തടസ്സമില്ല എന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന്, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനാണ്. കേന്ദ്ര സർക്കാരിനാണ് അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. കേന്ദ്ര സർക്കാരായിരിക്കും തുടർന്നുള്ള പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് ഏത് ഘട്ടങ്ങളിൽ നടക്കണം, ഏതെല്ലാം ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കണം, നിർണായകമായ അറസ്റ്റുകൾ അടക്കമുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യുന്നത്. ശരി, മാസപ്പടി കേസിൽ CMRLനെതിരെ ഗുരുതര ആരോപണവുമായി SFIയുടെ റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. സമഗ്ര വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.